വളരെ രുചികരമായ ഒരു മല്ലിയില ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളകും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തത്. ചെറുതായി മുറിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്തത്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തത്, ഒരു 12 അണ്ടിപ്പരിപ്പ്, ഒരു 5 മുതൽ 6 വരെ പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1 കപ്പ് മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പുതിനയിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തൈര്, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. നമ്മുടെ ചിക്കന് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ആ സമയം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പച്ചമുളകും അതുപോലെ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 പച്ചമുളകും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്നും കൂടെ ഇതൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊറിയാണ്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വളരെ രുചികരമായ ഈ മല്ലിയില ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.